ആതുര ശുശ്രൂഷ മേഖലയുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രദർശനങ്ങളിലൊന്നായ അറബ് ഹെൽത്ത് കോൺഫറൻസ് ദുബായിൽ ആരംഭിച്ചു. 4 ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ ഇന്ത്യയിൽ നിന്നുൾപ്പെടെയുള്ള സ്ഥാപനങ്ങളും ആരോഗ്യ മേഖലയിലെ വിദഗ്ധരും പങ്കെടുക്കുന്നുണ്ട്. 180-ലേറെ രാജ്യങ്ങളിൽ നിന്നുള്ള 3450 പ്രദർശകരും 1,10,000-ലേറെ വിദഗ്ധരുമാണ് ഇത്തവണത്തെ അറബ് ഹെൽത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ദുബായിയുടെ പ്രഥമ ഉപഭരണാധികാരിയും UAE ഉപപ്രധാനമന്ത്രിയും ധനകാര്യമന്ത്രിയുമായ ഷെയ്ഖ് മക്തൂം ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറബ് ഹെൽത്ത് മേളയുടെ 49ാമത് പതിപ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട നൂതന ആശയങ്ങളും പുതിയ കാലത്തെ സാങ്കേതിക വിദ്യകളുമൊക്കെ മേളയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ആരോഗ്യ രോഗപ്രതിരോധ സംബന്ധമായ ചർച്ചകൾ, സംവാദങ്ങൾ എന്നിവയും മേളയുടെ ഭാഗമായി നടക്കും. ആതുര ശുശ്രൂഷ മേഖലയിൽ നൂതന സാങ്കേതിക വിദ്യകളുടെ പ്രയോഗവൽക്കരണം, സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം എന്നിവയുടെ സുപ്രധാന വേദിയാണ് ദുബായിൽ നടക്കുന്ന അറബ് ഹെൽത്ത് സമ്മേളനം. വിവിധ കമ്പനികൾ തങ്ങളുടെ പുതിയ ഉൽപ്പന്നങ്ങളും സാങ്കേതിക വിദ്യകളും മേളയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. മെഡിക്കൽ ഉപകരണങ്ങൾ, ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന ആതുര ശുശ്രൂഷ ഉൽപ്പന്നങ്ങൾ, ഓർത്തോപീഡിക്സ്, ഫിസിയോതെറാപ്പി, മെഡിക്കൽ ഇമേജിംഗ്, IT, രോഗപ്രതിരോധം എന്നിങ്ങനെ 9 വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രദർശനമാണ് ഇത്തവണത്തെ അറബ് ഹെൽത്ത് മേളയിലുള്ളത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ വിപുലമായ രീതിയിലാണ് അറബ് ഹെൽത്തിന്റെ 49ാമത് പതിപ്പ് ഒരുക്കിയിരിക്കുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്.